എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ സദ്യയ്ക്ക് കിട്ടുന്ന സ്പെഷ്യൽ റെസിപ്പിയായ രസകാളനാണ്. പ്രത്യേക രുചിയിലുള്ള ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് രസകാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ മത്തൻ, കുമ്പളങ്ങ എന്നിവ കഷ്ണങ്ങളാക്കി വയ്ക്കുക. ഇതിൻ്റെ കൂടെ മുരിങ്ങക്കായും അരിഞ്ഞു വയ്ക്കുക. ഇനി ഒരു ചെറിയ ഉരുള പുളി വെള്ളത്തിൽ കുതിർക്കാനിടുക. അടുത്തതായി നമ്മൾക്ക് 1/4 കപ്പ് തൈരും 1/4 കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. 1 കപ്പ് നല്ല മോര് റെഡി. നിങ്ങളുടെ കയ്യിൽ കലക്കിയ മോരുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അടുത്തതായി ഈ കറിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു മസാലയാണ്. അതിന് 1/4 സ്പൂൺ ഉലുവ, 3/4 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പച്ചരി, 3 കപ്പൽമുളക് എന്നിവ വറുക്കാൻ ആവശ്യമുണ്ട്. ഈ മസാല വറുക്കുവാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഉലുവ, കുരുമുളക്, പച്ചരി എന്നിവ എണ്ണയില്ലാതെ വറുക്കുക. സിമ്മിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. അരിയെല്ലാം നല്ലപോലെ വറുത്തെടുക്കുമ്പോൾ നല്ല മണം വരും. ആ സമയത്ത് 3 കപ്പൽമുളക് ചേർത്ത് വാങ്ങി ആ ചൂടിൽ തന്നെ വറക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം കപ്പൽമുളക് ചേർത്താൽ മതി. പച്ചരിക്ക് പകരം മട്ടരി വേണമെങ്കിലും ചേർക്കാം. നമ്മൾ എന്തു ചെയ്യുമ്പോഴും ഓർഗനൈസറായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണി എളുപ്പമാവും. സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് കറി വയ്ക്കുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ചെയ്തു വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുക്കിംഗ് ആസ്വദിച്ച് ചെയ്യുവാൻ കഴിയും. ഇനി ഈ മസാല തണുക്കാൻ വയ്ക്കാം. മസാല തണുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി വയ്ക്കാം. ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഈ കറി തയ്യാറാക്കാം. എങ്കിലും ട്രഡീഷണൽ ഡിഷ് ആയതുകൊണ്ട് മൺചട്ടിയിൽ പാകം ചെയ്യുമ്പോൾ കറിക്ക് സ്വാദേറും. മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 1 കപ്പ് കുമ്പളങ്ങയും 1 കപ്പ് മത്തനും ഇട്ട് കൊടുക്കുക. കായ്കറികൾ ചേന, വഴുതിനിങ്ങ, ക്യാരറ്റ്, വാഴയ്ക്ക ഇതിൽ ഏത് വേണമെങ്കിലും മത്തൻ, കുമ്പളങ്ങ എന്നിവയുടെ കൂടെ ചേർക്കാം. മത്തനും കുമ്പളങ്ങയും നിർബന്ധമാണ്. നമ്മൾ കുതിർക്കാൻ വെച്ച പുളി പിഴിഞ്ഞ് ആ വെള്ളം കൂടി ചേർക്കുക. ഈ പുളിവെള്ളത്തിലാണ് പച്ചക്കറികൾ നമ്മൾ വേവിക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞ വെള്ളം കഷ്ണങ്ങൾ വേവാൻ പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് സാദാ വെള്ളം കൂടി ഒഴിച്ച് ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം മൂടി വെച്ച് വേവിക്കുക. കഷ്ണങ്ങൾ വെന്തുവരാൻ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഈ കറിക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 1 കപ്പ് തേങ്ങയും നമ്മൾ വറുത്ത് തണുക്കാൻ വെച്ച മസാലയും, അതായത് ഉലുവ, കുരുമുളക്, പച്ചരി, വറ്റൽമുളക് എന്നിവയും കൂടെ 2 പച്ചമുളകും കുറച്ച് വെള്ളവും ചേർത്ത് അരയ്ക്കുക. പച്ചമുളക് വേവിക്കുന്ന കഷ്ണങ്ങളിൽ ചേർത്ത് വേവിക്കുന്നവരുമുണ്ട്. നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിലാണ് നമ്മൾ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങക്കായ നേരത്തെ ചേർത്താൽ ഉടഞ്ഞ് നാര് മാത്രമായിരിക്കും കറിയിൽ കിട്ടുക. മുരിങ്ങക്കായ ചേർത്ത് മൂടി വെച്ച് വീണ്ടും വേവിക്കുക. ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്നെല്ലാം നോക്കണം. 5 മിനിറ്റ് കൊണ്ട് തന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. മസാല അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി അതും ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പൊടിയുപ്പാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കുക. പൊടിയുപ്പിനേക്കാൾ നല്ലത് കല്ലുപ്പാണ്. കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി വറുത്ത് അരച്ച് ചേർത്തതുകൊണ്ട് കറി വാങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ശർക്കര, അതായത് വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ ടേസ്റ്റുകളെല്ലാം കറക്റ്റ് ബാലൻസായി കിട്ടും. ഇനി 5 മിനിറ്റ് തിളപ്പിക്കുക.
ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് 1 കപ്പ് അടിച്ചു വെച്ച മോര് കൂടി ചേർത്ത് കൊടുക്കാം. മോര് ചേർത്താൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല. തിള വരുന്നതിന് മുമ്പ് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. തൈര് ചേർത്തതിന് ശേഷം ഗ്യാസ് സിമ്മിൽ വയ്ക്കുക. തിള വരാൻ തുടങ്ങുമ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾക്ക് കറി താളിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു ചെറിയ കടായി വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 1 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ഉലുവ, 2 വറ്റൽമുളക് 2ആയി മുറിച്ചത് എന്നിവ ചേർക്കുക. കടുക് പൊട്ടിയാൽ കുറച്ച് കറിവേപ്പില ചേർത്ത് വാങ്ങി ചൂടോടെ കറിയിലേക്ക് ഒഴിക്കുക. ഉടനെ ഇളക്കാതെ കുറച്ച് നേരം അടച്ചു വെച്ചാൽ നല്ലതാണ്. നല്ല മണമുള്ള സൂപ്പർ രുചിയിലുള്ള ഈ സോതേറും വിഭവം നിറഞ്ഞ സ്നേഹത്തോടെ ഭഗവാനും നിങ്ങൾക്കുമായി സമർപ്പിക്കുന്നു. ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.